ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കാറുകൾ ഇറക്കുമതി ചെയ്യുന്നതിൽ എന്താണ് ഇത്ര വലിയ തട്ടിപ്പ്? ഭൂട്ടാനിൽ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച വാഹനങ്ങൾ ലേലത്തിൽ വാങ്ങി ഈ വാഹനങ്ങൾ ഹിമാചൽ പ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ വ്യാജ NOC ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ഇന്ത്യയിൽ ഉയർന്ന വിലയ്ക്ക് മറിച്ചു വിൽക്കുന്നത്. കസ്റ്റംസ് തീരുവ വെട്ടിക്കാനുള്ള വലിയൊരു ശൃംഖലയുടെ തട്ടിപ്പാണിത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നത്? ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ വലിയൊരു തുക കസ്റ്റംസ് തീരുവയും മറ്റ് നികുതികളും നൽകേണ്ടി വരും. ഈ നികുതികൾ ഒഴിവാക്കാനാണ് ഭൂട്ടാൻ വഴിയുള്ള ഈ കള്ളക്കടത്ത്. ഭൂട്ടാനിൽ വെറും 5 ലക്ഷം രൂപയ്ക്ക് ലേലത്തിനെടുക്കുന്ന പഴയ കാറുകൾ ഇന്ത്യയിൽ 40 ലക്ഷം രൂപ വരെ വിലയ്ക്കാണ് വിൽക്കുക. കസ്റ്റംസ് തീരുവ ഇനത്തിൽ സർക്കാരിന് വൻ നഷ്ടമുണ്ടാക്കുന്ന തട്ടിപ്പാണിത്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും കസ്റ്റംസും സംയുക്തമായാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഓപ്പറേഷൻ നുങ്കോർ എന്ന പേരിൽ രാജ്യവ്യാപകമായി പരിശോധനകളും നടക്കുന്നുണ്ട്. മലയാളത്തിലെ പ്രമുഖ സിനിമാ താരങ്ങളായ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, സുകുമാരൻ എന്നിവരുടെ വീടുകളിലും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു. ഈ തട്ടിപ്പിൽ ഏജന്റുമാരും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അന്വേഷണത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയുമാണ്.